നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം അർപ്പിക്കണം. ഈശ്വര, എത്രയും പെട്ടെന്ന് ലച്ചുന് സുഖമായി കണ്ടാ മതിയായിരുന്നു. പാവം ലച്ചു. ഞാൻ എല്ലാ ദൈവങ്ങളോടും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുട്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. ഞാൻ കരുതി ദ്രോഹിക്കാനാണെന്ന്. എന്ത് ദ്രോഹം? എന്തൊക്കെയാ സഞ്ജു നീ പറയുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാൻ കരുതി. എന്ത് കരുതി? അല്ല, ഒന്നുമില്ല. ഭയങ്കര ചൂട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിക്കണേ. ഇതാ, ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ. സംഭാരമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം ഇത് പതിവാ. സംഭാരമൊന്നും എനിക്കിപ്പോ വേണ്ട. മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വരുന്നവർക്കെല്ലാം മുത്തശ്ശൻ സംഭാരം കൊടുത്തേ വിടൂ, പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത്. അതിന്റെ ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത് കഴിക്കുന്നേ. അപ്പച്ചല്ലേ പറഞ്ഞു ഇപ്പൊ നല്ല ചൂടാന്ന്. ദേ, അതിന് ബെസ്റ്റാണ് ഈ സംഭാരം. വാങ്ങി കഴിക്കുന്നേ. ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം വിഷമാവില്ലേ? സംഭാരം മനകളിലൊക്കെ പതിവാണല്ലോ. കഴിച്ചേക്കാം. ഇവിടെ അതിഥി സൽക്കാരമൊക്കെ കുട്ടിക്കാലം മുതലേ എന്റെ ചുമതലയാ. സഞ്ജുനെ തിരുമേനി വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കുറച്ച് വിശ്രമിച്ചിട്ട് പോയാ പോരെ? അത് ലച്ചുനെ കണ്ടല്ലോ, എനിക്ക് സമാധാനമായി. ഇനിയിപ്പോ ഞാൻ പോയിക്കോട്ടെ. ആക്ച്വലി ഡ്രൈവറിനെ പറഞ്ഞു വിട്ടിട്ടാ ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ ഒത്തിരി ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതല്ലേ. എന്നാ സൂക്ഷിച്ചു പോണം കേട്ടോ. ഇനി അങ്ങോട്ട് ശരിക്കും വളവുകളുള്ള റോഡാ, ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ഈ വിവരം ഒന്ന് ദക്ഷയെ അറിയിച്ചേക്കാം. ഹലോ കവിത. ഞാനിവിടെ എത്തി കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി ലച്ചു ശല്യം ആവില്ല. ബാക്കിയൊക്കെ നേരിൽ. ഓക്കെ. എത്രയും പെട്ടെന്ന് ഇവളെ നഷ്ടപ്പെട്ട ഓർമ്മകളിലേക്ക് തിരിച്ചുകൊണ്ടുവരണം.
ഡോക്ടർ ഗോവിന്ദ് അല്ലേ? അതെ, ആരാ? അല്ല, കവിത എന്നൊരു ലേഡിയുടെ ഫോണിൽ നിന്ന് കിട്ടിയ നമ്പറായതാ. കവിതയുടെ ആരാ ഡോക്ടർ? അത് എനിക്ക് പരിചയമുള്ള ഒരാളാ. എന്താ കാര്യം? അവര് താഴ്വാരത്തിൽ കാറിൽ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഭാഗ്യത്തിന് കാർ കൊക്കയിലേക്ക് വീണില്ല. ആംബുലൻസ് വന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതെയോ? അതെ. ശരി, ഇത് അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു. പെട്ടെന്ന് ഞാൻ പൊയ്ക്കോളാം. ഓക്കെ ഓക്കെ. ഞാൻ സമ്മതിക്കില്ല. ആ ലച്ചുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി വീണ്ടും എന്റെ മോളെ അപകടത്തിൽ ചെന്ന് ചാടണമെന്നാണോ പ്രഭ പറയുന്നത്? എന്റെ മോള് റിസ്ക് എടുത്തിട്ട് ലച്ചുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. കാഞ്ചനെ, ആദ്യം നീ പറയുന്നേ ഒന്ന് കേൾക്ക്. പ്രഭ ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട. ഞാൻ സമ്മതിക്കില്ല. ആദ്യം കേട്ടപ്പോ ഞാനും എതിർത്തതാ. പക്ഷേ ലച്ചുവിനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വലിയൊരു ആപത്തിൽ നിന്നും നമ്മുടെ ശ്രീകുട്ടിയെ രക്ഷിച്ചവളാണമ്മോ. അത് നീ മറക്കരുത്. സമ്മതിച്ചു. പക്ഷെ എന്റെ മോളുടെ ജീവൻ പണയം വെച്ച് ഈ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തില് അമ്മ എന്നെ തടയരുത്. അമ്മുവിന് വേണ്ടി ഏത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. മോളെ, എനിക്ക് ജീവിതം തിരിച്ചു തന്നവളാ അമ്മു. ആ അമ്മുവിനെ ഈ ആപത്തിൽ നിന്നും ഞാൻ എന്റെ ജീവൻ പണയം വെച്ചും രക്ഷിക്കും. മോളെ വേണ്ട. അമ്മ പറയുന്ന ഒന്ന് കേക്ക് നീ. ഇക്കാര്യത്തിൽ നിന്ന് തടയരുത് അമ്മേ. മോളെ, അമ്മ എന്ത് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ മാറ്റമില്ല. ഈശ്വര, ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത്? എന്റെ സ്വാതി, ലച്ചുവിനോടുള്ള ആ സ്നേഹം മറ്റാർക്കും ഇത്ര ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കാനാവില്ല. കാഞ്ചന നല്ല ടെൻഷനിലാ പോയിരിക്കുന്നത്. ഈ കാര്യത്തില് കാഞ്ചനെ കുറ്റം പറയാനും പറ്റില്ല. അച്ഛനും കൂടി എന്റെ മനസ്സ് മാറ്റാൻ പ്രേരിപ്പിക്കുവാണല്ലേ? അല്ല മോളെ, കാഞ്ചന ഒരു അമ്മയല്ലേ. അവളുടെ വിഷമം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് റിസ്ക് ഉള്ള കാര്യം തന്നെ ചെയ്യാം. പക്ഷെ ഈ വിവരം കാഞ്ചനെ അറിയരുത്. കാഞ്ചനെ അറിയാതെ നമ്മൾ ആ പഴയ രംഗം റീക്രിയേറ്റ് ചെയ്യുന്നു. എന്താ? ഇതിന്റെ പേരിൽ എന്റെ സ്വാതിക്ക് ഒരു അപകടം വരാതിരുന്നാൽ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.